എത്തേണ്ടേ അച്ഛ? അച്ഛ, ഞാൻ ഗോപിയെ പറഞ്ഞു വിട്ടിട്ട് വരാം. അമ്മ എന്തി അച്ഛ? അവൾക്ക് മഴ തുടങ്ങിയതിൽ പിന്നെ ആസ്മ അല്പം കൂടുതലാണ്. ഓണസദ്യ ഒരുക്കി വെച്ചിട്ട് നിന്നെ കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു മുമ്പേ പോയി കിടന്നതാണ്. നീ അകത്ത് പോയി അമ്മയൊക്കെ കണ്ടിട്ട് വരും. അമ്മ നല്ല ഉറക്കമാണ് അച്ഛ. എന്തൊരു ക്ഷീണം. കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് വളരെ ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടത്. തിരുവനന്തപുരം എയർപോർട്ടിൽ കസ്റ്റംസ് ക്ലിയറൻസിനും വലിയ തിരക്കായിരുന്നു. നാട്ടിലുള്ളവരെല്ലാം ഗൾഫിലാണെന്ന് തോന്നുന്ന ഒരവസ്ഥ. ഞാനൊന്നും കുളിച്ച് ഫ്രഷായിട്ട് വരാം. എന്നിട്ട് അമ്മയും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കും. ബാലു, നിന്റെ ഫ്രണ്ട് മോഹൻ നിന്റെ കൂടെ കുവൈറ്റിൽ തന്നെ അല്ലേ? അതെ അച്ഛൻ. അവനും കുട്ടികളായോ? അവനും ഒരാൺകുട്ടിയാണുള്ളത്. പിന്നെ അച്ഛ, ഞാൻ പറഞ്ഞ കാര്യം, ബിസിനസ് വലിയ ഉയർച്ചയൊന്നുമില്ല. എന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി പണം വേണം. ദേവിയുടെ അച്ഛനും കുറച്ച് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ബാലു, ഇത് നമ്മുടെ തറവാടുള്ള സ്വത്താണ്. നിന്റെ മുതുമുത്തച്ഛന്മാരായി സമ്പാദിച്ചത്. മാത്രമല്ല, ഇത് വിറ്റ് മറ്റൊരു വീട് മേടിക്കാനൊക്കെ ഇത്രയും വേഗം സാധിക്കുമോ? വാങ്ങാൻ ഒരാൾ റെഡിയായിട്ടുണ്ട്. പിന്നെ മറ്റൊരു വീട് നമ്മുടെ ശശിയെങ്കിൽ അച്ഛനോട് സംസാരിച്ചിരുന്നല്ലോ. സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും ശശിയെങ്കിൽ രണ്ടുപേർക്കുള്ള അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ബാലു, നീ പറഞ്ഞു വരുന്നത് ഞാനും ലക്ഷ്മിയും കൂടി മോഹനെ ഹലോ, ശശിയെങ്കിൽ ഇത് ഞാനാണ് ബാലു. ഇല്ല താമസിക്കില്ല, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ശരി, ഓക്കെ. അച്ഛാ, ഞാൻ വേഗം ശശിയങ്കലിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പെട്ടെന്ന് പോയി വരാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കാം. ലക്ഷ്മി, നീ ഇത് കേട്ടോ? നീ നമ്മുടെ മോൻ പറഞ്ഞത് കേട്ടോ? ലക്ഷ്മി, നിനക്കൊന്നും പറയാനില്ലേ? ഇല്ലേ ലക്ഷ്മി? ലക്ഷ്മി, നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ ലക്ഷ്മി?
ഇതാ ബാലു, കഴിഞ്ഞു. ശരി ബാലു, ഞാൻ ഇറങ്ങണം. ഓക്കെ രാജീവ്, see you tomorrow. അടുത്ത ഒരു രംഗത്തോടെ ഈ നാടകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിലെ കഥാപാത്രങ്ങളും വേഷം പകർന്നു നൽകിയത് ബാലു സന്തോഷ് പയ്യന്തി, രാജീവ് ബിപിൻ ജയവായു, രാഹുൽ തൃശൂർ രമേശ്, മാധവൻ നായർ രംജി കുമാർ ബന്ധു, സൂത്രധാരൻ മാവേലി രഘുനാഥ്, ചമയവും രംഗപടവും ദിലീപ് എടക്കൊച്ചി, പശ്ചാത്തല സംഗീതം സന്തോഷ് പയ്യന്തി, രചനയും സംവിധാനവും രംജി കുമാർ ബന്ധു. സമ്പൂർണമായ സഹകരണം കൊണ്ട് സശ്രദ്ധ കൊണ്ടും ഞങ്ങളെ ധന്യരാക്കിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. നിങ്ങളുടെ കൂട്ട് ഞാനും ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നെനിക്ക് മനസ്സിലായി, ഈ നാടകത്തിൻ്റെ പേര്. നാടകത്ത് വളരെ ആലോചിച്ചിട്ടാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്, തനിയാവർത്തനം. എന്തായാലും നമുക്കൊന്ന് പിടികിട്ടു പോകും നോക്കാം. അടുത്ത രംഗം തുടങ്ങണം. 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു അമേരിക്കൻ ഓണക്കാരൻ. ഹലോ, യെസ് രമേശ്, ഇത് രാഹുലാണ്. നീ ഇപ്പോഴും ന്യൂയോർക്കിൽ തന്നെയാണോ? അത് ശരി. ഞാനോ? ഞാനിപ്പോ മിൽവാക്കിയിലാണ്. ഓക്കെ ഓക്കെ, ശരി ശരി. ആ, അപ്പോൾ നമുക്ക് നാളെ ഷിക്കാഗോയിൽ വെച്ച് കാണാല്ലേ? ശരി, അപ്പൊ ഓക്കെ തന്നെ, ബൈ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലു, ബാലഗോപാലൻ നായർ. ഈ ഇരിക്കുന്ന രാഹുൽ വ്യാജ്.